റെയിൽവേ സ്റ്റേഷനിൽ പോയി നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണടച്ച് ഇങ്ങനെ നിൽക്കും. മാഡം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കുനിഞ്ഞിരുന്നപ്പോൾ എന്നെ വിളിച്ചു. കാരണം ഞാൻ ആ രംഗം ഓർക്കുന്നത് ഒരു ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിൻ നമ്മളിപ്പം കണ്ണടച്ചങ്ങ് നിൽക്കുകയാണ്. എൻ്റെ മണ്ടയിൽ കൂടി ഇപ്പം കയറാൻ പോവാണെന്ന് പറഞ്ഞ് ഞാൻ നിന്നാൽ എൻ്റെ മനസ്സിന്റെ ആദ്യം എന്താണ്? അമ്മ മക്കളും തള്ളിയിടുന്ന ഒരവസ്ഥ കൊണ്ട് സാർ സങ്കല്പിച്ചു നോക്കി. അവർക്ക് ഇവിടെ നിൽക്കാൻ വയ്യ. കുതിരി പോകാതെ അങ്ങനെ അന്യോന്യം കെട്ടിപ്പിടിച്ചു. ഒരാൾ പോലും കുതിരി പുറത്തു പോകാതെ. അമ്മയ്ക്ക് നിർബന്ധം ഉണ്ടായിരിക്കാം. കാരണം അമ്മ മരണപ്പെട്ട് മക്കൾ രക്ഷപ്പെടുന്നത് നിർബന്ധമാണ്. വേട്ടപ്പട്ടികൾക്ക് ഇട്ട് കൊടുക്കരുത് എന്നുള്ള നിർബന്ധം ഒരു അമ്മയ്ക്ക്, അമ്മയുടെ കരുതലായിരിക്കാം. അമ്മയ്ക്ക് കരുതലുണ്ടാവുമല്ലോ, അമ്മയുടെ കരുതലായിരിക്കാം സാർ. കാരണം ഞാനില്ലാതെ എൻ്റെ കുഞ്ഞുങ്ങൾ, ഞാൻ അനുഭവിച്ച ആ മൂത്ത കുട്ടി ഇതിൻ്റെ മാക്സിമം കണ്ടിട്ടുണ്ട്. അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ മൂത്ത കുട്ടിക്ക് ഇത് ഒരു അമ്മയെ ദ്രോഹിക്കുന്നതും അമ്മയോട് കാണിക്കുന്ന ക്രൂരതയും വിശപ്പ് ഏറ്റവും വലിയ വെല്ലുവിളിയല്ലേ സാർ? അതെല്ലാം ശരിക്കും അനുഭവിച്ച് രണ്ട് കുഞ്ഞുങ്ങളെ ഇട്ടേച്ചും സ്വന്തം ആത്മഹത്യ ചെയ്യാതിരുന്നത് അവരുടെ ബുദ്ധിയാണെന്ന് എനിക്ക് തോന്നുന്നു. ആ കുഞ്ഞുങ്ങൾ ഇനി ലോകത്ത് കിടന്ന് അനുഭവിക്കും എന്നുള്ളതും. അവൻ സ്വതന്ത്രനായില്ലേ, അവൻ്റെ ഇനി ജീവിതം എനിക്ക് തോന്നുന്ന ഇരുട്ടറക്കുള്ളിലാവണം. ഇനി ഒരു പുരുഷനും ഈ രീതിയിൽ സ്ത്രീകളോട് പെരുമാറും, ഇത്രയും ക്രൂരമായി പെരുമാറും. അത് തന്നെയാണ് വേണ്ടത് സാർ. നമ്മുടെ അറിയാതെ ഇപ്പോഴും അനുഭവിക്കുന്ന പെണ്ണുങ്ങളില്ലേ? തീർച്ചയായും നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും പറഞ്ഞേച്ച് അയ്യോ ഒന്നും ചെയ്യല്ലേ, ഞാനിങ്ങനെ കഴിഞ്ഞു പോക്കോട്ടെ, അല്ലെ എന്റെ രണ്ട് കുഞ്ഞുങ്ങളെ വളർത്താമല്ലോ, അവരെ ഓർത്ത് ഞാൻ ജീവിക്കുകയാണെന്ന് പറയുന്ന എത്ര പെൺകുട്ടികൾ. ഇങ്ങനെയെങ്കിലും സാർ പറഞ്ഞ അതേപോലെ ഇങ്ങനെയെങ്കിലും കഴിയട്ടെ. ഇത് പുറം ലോകം അറിഞ്ഞാൽ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഞാൻ അവിടെ മാതാപിതാക്കളോട് ഒരു ചോദ്യം ചോദിക്കുന്നത്. ഞങ്ങളെല്ലാം അതാണ് ഇതാന്നൊക്കെ പറയുന്നത് നിങ്ങളെപ്പോലുള്ളവരുടെ. ഒരു അമ്മയ്ക്ക് ഒരു മകളെ അടുക്കി പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആരടുക്കി പിടിക്കും? അവരെ സങ്കടം ആര് കേൾക്കും? എനിക്ക് 3 പെൺകുട്ടികളുള്ള ഒരു അമ്മയാണ്. എൻ്റെ മക്കള് വിവാഹിതരുമാണ്, ജോലിക്കാരാണ്, അവർ വേറെ താമസിക്കുന്നവരാണ്. അവരെ എനിക്ക് ചേർത്തണയ്ക്കാൻ കഴിഞ്ഞില്ല, പിന്നെ ആരവരെ അണയ്ക്കും? ഇതെല്ലാം നടക്കുമ്പോഴും കുറേയൊക്കെ സങ്കടങ്ങൾ പറയുന്ന മാതാവിനോടാണല്ലോ എപ്പോഴും. ഏത് പെൺകുട്ടികളാണെങ്കിലും വീട്ടിലെ ഭർത്താവിൻ്റെ കാര്യങ്ങളും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കാര്യവും ഷെയർ ചെയ്യുന്നത് ഞാനും അനുഭവസ്ഥയായതുകൊണ്ടാണ് ഇത്ര നഗ്നമായിട്ട് പറയുന്നത്. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് എല്ലാ അമ്മമാരും തിരിച്ചറിയണം. കേരളത്തിൽ നിന്നല്ല, ലോകത്തെ എല്ലാ അമ്മമാരും തിരിച്ചറിയാൻ മാത്രമേ ഈ മക്കൾക്ക് ഇതിൻ്റെ അനുഭവം കിട്ടുന്നു. തലേദിവസം മരിക്കുന്നതിന് തലേദിവസം നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെയെന്ന് പലവട്ടം ഫോണിൽ വിളിച്ച് നിനക്കും മക്കൾക്കും പോയി ചത്തുകൂടെയെന്ന് നോബി ഫോൺ വിളിച്ച് പറഞ്ഞതായിട്ട് ഷൈനിയുടെ അമ്മയുടെ മോളി ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് കിടക്കാൻ പോയത്. അപ്പോൾ അവർ തീരുമാനം എടുത്തിട്ടുണ്ടായിരിക്കും ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് വഴിയില്ല. പക്ഷെ ഇതിനകത്ത് ശരിയായിട്ടും നമ്മുടെ പ്രവർത്തനങ്ങൾ വേണ്ടത് അച്ഛനും അമ്മയ്ക്കും, കുര്യാക്കോസിയേട്ടനും അമ്മയ്ക്കും ഒരു പിന്തുണ കൊടുക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ ഇന്നലെ ചെന്നു, അവരോട് സംസാരിച്ചു, അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടു. ധാരാളം കമന്റുകൾ വന്നു, നെഗറ്റീവ് കമന്റ്സ് ഉണ്ട്. കാരണം തൊടുപുഴ അവനും കുറെ ആൾക്കാരുണ്ടല്ലോ, അച്ഛനും എഴുതുമല്ലോ. പക്ഷെ എന്നാലും പെർസെന്റേജ് ഓഫ് അവരുടെ നല്ല അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന കമന്റുകൾ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങളെ വിളിച്ചു, പുള്ളി സന്തോഷം പറഞ്ഞു. കുറെ കമന്റുകളുണ്ട്. ഞാൻ പറഞ്ഞു അത് വരും, നിങ്ങൾ ഒറ്റയല്ലല്ലോ. കാരണം അദ്ദേഹത്തിന് തന്നെ ഭീഷണിയാണ്. അദ്ദേഹം ഈ റോഡിൽ കൂടെ ഇറങ്ങി നടന്നാൽ അദ്ദേഹം തട്ടിക്കളയാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹം ഈ കേസുമായിട്ട് ശക്തമായി മുന്നോട്ട് പോയാൽ ഈ കുര്യാക്കോസിയേട്ടന് വണ്ടിക്കടി പോകാനുള്ള സാധ്യത എല്ലാം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ശത്രുക്കളില്ലാതല്ല അങ്ങ് യുദ്ധത്തിൽ ഇറങ്ങിയിരിക്കുന്നത്, ഞങ്ങൾ പിന്നിലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് യുദ്ധം നടത്തുന്നത് എന്ന് പറഞ്ഞ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ധൈര്യം കൊടുക്കുക എന്നൊരു പരിപാടിയുണ്ട്. തീർച്ചയായിട്ടും അമ്മ ഈ പറഞ്ഞതുപോലെ അവർക്ക് എടുത്തടിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് അവരുടെ മാനസികാവസ്ഥ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കണേ. അമ്മയും അച്ഛനും വളരെ സ്വന്തം മകള് മരണപ്പെട്ട ഒരു അമ്മയുടെ അച്ഛൻ്റെ അവസ്ഥ എന്താണ്? അപ്പൊ അവരുടെ അവസ്ഥ വളരെ മോശമാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും അവർക്ക് എല്ലാ പിന്തുണയും കൊടുക്കുക. സമൂഹം എന്തു പറഞ്ഞോട്ടെ, ഒരു മകളും 2 ചെറുമക്കളും മരണപ്പെട്ട ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെ അവസ്ഥ അവർ ശരിക്കും അനുഭവിക്കുക. ഇപ്പൊ അവർ രോഗിയായി മാറിക്കുക. അമ്മ തീരെ വയ്യ. മുകളിലുള്ള രണ്ടുപേരും രോഗികളാണ്. അവരെ നോക്കേണ്ട എത്ര നാൾ ഞാൻ ഫൈറ്റ് ചെയ്യും ഇതിനു വേണ്ടി. നമ്മൾക്കായാലും നമ്മൾ ഒരാളുടെ ആശ്രയത്തിൽ നമ്മൾ എത്ര നാൾ കഴിയും? നമ്മൾക്ക് ആത്മാഭിമാനമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ, എന്തിനാ എന്റെ അച്ഛനെ അമ്മ ഇങ്ങനെ ദുഃഖിക്കുന്നു, ഞാനങ്ങ് തീർന്നേക്കാം. അവർക്ക് ചിലപ്പോ 1 മാസത്തെ 2 മാസത്തെ ബുദ്ധിമുട്ടേ കാണത്തുള്ളത്. കാരണം ഞാൻ നോക്കേണ്ടതാണ് ഇവരെ എന്നുള്ള ഉത്തരവാദിത്വ ബോധം ഒരു സ്ത്രീയിൽ ഉണ്ടാകുമ്പോ അവര് ആണെങ്കിൽ അപ്പം ഇതല്ലാണ്ട് വേറെ എന്തൊരു വഴി? അവർക്ക് ഇതിനകത്ത് പ്രേക്ഷകരോട് അറിയേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ ക്യാമറയിലേക്ക് നോക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞത്
നമ്മൾ പറയുന്നുണ്ട് അവരെ ആരും സഹായിച്ചില്ല. ഈ അച്ഛനും അമ്മയ്ക്കും പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. അച്ഛൻ്റെ കുരിയുള്ള ചേട്ടൻ്റെ കയ്യിലേക്ക്, കുര്യാക്കോസ് ചേട്ടൻ്റെ കയ്യിലേക്ക് അക്കൗണ്ടിലേക്ക് പൈസ വരുന്നു. അതേ ദിവസം തന്നെ ഷൈനിയുടെ അക്കൗണ്ടിൽ 3 പേരും പൈസ അയച്ചു കൊടുത്തിരുന്നു. അത് ഈ ലോകത്തിന് അറിയത്തില്ല. ഈ ആങ്ങളമാര് പോയെന്ന് പറഞ്ഞാൽ അന്നത്തെ വയലൻസ് കണ്ടിട്ടാണ് പുള്ളി പറഞ്ഞത് നിങ്ങൾ ഇവിടെ നിൽക്കേണ്ട, പൊക്കോളാൻ പറഞ്ഞത്. കാരണം ബോഡി വരുന്നു, അവിടെ ഈ ലോബിയെ തല്ലാനായിട്ട് ആള് നിൽക്കുന്നു. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഈ 3 പേരും ലീവ് എടുത്തിട്ടൊന്നും വന്നതല്ല. അവർ അറിഞ്ഞെന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് കയറി പോകുന്നവരാ. കോൺഗ്രസും CPM എല്ലാ പാർട്ടിക്കാരും പ്രവർത്തിക്കുന്ന നല്ലൊരു മേഖലയാണ് തൊടുപുഴ വികസനത്തിൻ്റെ ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ ഇത്രയും നല്ല രാഷ്ട്രീയക്കാരുള്ള ഈ പ്രവർത്തന മേഖലയിൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാരും മൗനം പാലിക്കുന്നത്? എല്ലാ രാഷ്ട്രീയക്കാരും, എല്ലാ പാർട്ടിയുടെ നേതാക്കന്മാരും എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കേസിന് മൗനം പാലിച്ചിരിക്കുന്നത്? ഇത്രയും വലിയൊരു കേസ് നമ്മുടെ തൊടുപുഴയിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. എൻ്റെ അറിവിൽ, എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയ്ക്കിൽ ഇത്രയും വലിയൊരു കേസ് ഉണ്ടായതായിട്ട് എനിക്കറിയില്ല. ഇതാദ്യമായാണ് ഇങ്ങനെ സംഭവിച്ചത്. അപ്പോൾ ഇതിന് എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാർ മൗനം പാലിക്കുന്നതെന്ന് കൂടി നമുക്ക് ഇനി അവർ മുന്നോട്ട് രാഷ്ട്രീയക്കാർ തുടർന്നില്ലെങ്കിലും ഞങ്ങളെപ്പോലെയുള്ള ചെറു സംഘടനക്കാരുണ്ട്. ഞങ്ങളിത് മുന്നോട്ടിറങ്ങിയും ഇതിന് എത്രയറ്റം വരെ ചെന്ന് ഈ മരിച്ചുപോയവർക്ക്, അവർ ജീവിച്ചിരിപ്പില്ലെങ്കിലും മരിച്ചുപോയവർക്ക് നീതി കിട്ടാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം നോബിയെ ശിക്ഷിക്കുകയും അവരുടെ കുടുംബത്തെ എന്താണ് അവരുടെ കുടുംബത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത്, നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ഈ ചാനൽ അപേക്ഷിക്കുന്നത്. ബോഡി എടുക്കാൻ ചെന്നെന്ന് പറഞ്ഞാൽ അവിടെ ബോഡി ചെയ്യാമെന്ന് അവിടുത്തെ പള്ളിയിൽ, അടുത്ത പള്ളിയിൽ ഞങ്ങൾ അവിടെ ചെന്നതാണ്. കുര്യാക്കോസ് ചേട്ടൻ്റെ അടുത്ത് ചെന്നപ്പോൾ ചേട്ടനാണ് പറഞ്ഞത് എല്ലാം പള്ളിയിൽ എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്താണ്. അവർക്ക് അവിടെ കല്ലറയ്ക്കും എല്ലാ പരിപാടിയും ചെയ്ത് വെച്ചിട്ട് ബോഡി അവിടെ അടക്കം ചെയ്യാനുള്ള സകല സംവിധാനം ചെയ്തു. പള്ളി പന്തൽ വരെ ഇട്ടു എന്നാണ് അറിയിച്ചത്. അപ്പോൾ അവിടെയോട്ട് പിന്നെ ഇവിടുന്ന് ചെന്നു, ഇവർക്ക് ബോഡി വേണമെന്ന് ഇവർ നിർബന്ധമായിട്ട് ഇവിടുന്ന് വിളിച്ചു പറഞ്ഞു. ഇവിടുന്ന് അവർ കൊട്ടേഷൻ സംഘത്തോട് കൂടിയാണ് ചെന്നതെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് വിളിച്ചു പറഞ്ഞൊരു സംഭവം, വിവാഹ മോചനം നടന്നിട്ടില്ല, അതുകൊണ്ട് എനിക്കാണ് അവകാശമെന്ന് പറഞ്ഞു. അങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടുന്ന് ചെല്ലുകയും ഇവിടെ ഷൈനിയുടെ മൂത്ത കുട്ടീനെ, അതായത് ഒരു മോനുണ്ട്, മൂത്ത കുട്ടീനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവർ ബോഡി അവിടുന്ന് കൊണ്ടുവരികയും ചെയ്തത്. അപ്പം അന്നേരം കുര്യാക്കോസ് ചേട്ടന് അവർ അച്ഛനും അമ്മയല്ലേ, പിന്നെ അതിന് നേതൃത്വം കൊടുത്താണ് നമ്മുടെ ഇവിടെ കൊട്ടേഷൻ ആയിരുന്ന ബിജുവും, കൊല്ലപ്പെട്ട ബിജു ഇന്നിപ്പം ഷൈനിയുടെ അടുത്ത കല്ലറയിൽ തന്നെ ബിജു ഉണ്ട്. ബിജുവിനെയും ആരോ തല്ലിക്കൊന്നു. അത് തന്നെ, ഗുണ്ടകളായിരുന്നു. ഗുണ്ടയോട് കൂടിയാണ് അവർ ചെന്നത്. ഗുണ്ടായുസമാണ് തൊടുപുഴക്കാര്, നമ്മുടെ കൊലാനി ഭാഗത്തു നിന്നുള്ള ഗുണ്ടകളെയും കൊണ്ടാണ് അവർ ചെന്നത്. അതൊക്കെ ഉള്ള സത്യാവസ്ഥയാണ്, എല്ലാവർക്കും അറിയാം. അതിലൊരാളാണ് ബിജു എന്ന് പറയുന്നത്. ബോഡി വിട്ടുകൊടുക്കത്തില്ല എന്നാണ് കുര്യാക്കോസ് ചേട്ടൻ പറയുന്നതെങ്കിൽ എന്തായിരിക്കും അവിടുത്തെ സന്ദർഭം? അല്ല, അന്നേരം കുര്യാക്കോസ് ചേട്ടൻ അങ്ങനെ പറഞ്ഞപ്പോഴാണല്ലോ അവരെ ഭീഷണിപ്പെടുത്തിയത്. എനിക്കാണ് അവകാശം, അവക്കടെ കുട്ടിയാണ് വന്നിരിക്കുന്നത്, മൂത്ത കുട്ടിയാണ്. അവൻ കല്യാണം മോൻ്റെ ഇവക്കടെ ഭർത്താവാണ് നോബി. ഇവരെല്ലാവരും ഉണ്ടല്ലോ. അതുകൊണ്ട് മോന് ഉള്ളിടത്തോളം കാലം അവർക്കാണ് അവകാശം. അവൻ കല്യാണം കഴിച്ചിട്ട് വിവാഹ ബന്ധം വേർപെടുത്തിയിട്ടില്ല. അതുകൊണ്ട് അവർക്ക് അവകാശം എന്നുള്ള ഭീഷണിയോട് കൂടിയാണ് അവര് ബോഡി അവിടുന്ന് കൊണ്ടുവരാൻ കാരണം. കഴിഞ്ഞ ദിവസം ഇന്ന് കുര്യാക്കോസ് ചേട്ടൻ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഒരാൾ ഞങ്ങളുടെ വീഡിയോയുടെ പീസ് കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് ഒരു താടിയുള്ള ആളിരുന്ന് പറയുന്നുണ്ട്, കുര്യാക്കോസ് ചേട്ടൻ അത് വെറുതെ അങ്ങ് വിട്ടുകൊടുത്തു, എന്തൊരു സ്നേഹമാണ്, മക്കളോട് സ്നേഹമില്ലാത്ത ഇങ്ങനെ അച്ഛനോ എന്നൊക്കെ പറഞ്ഞു എന്ന്. കാരണം മനസ്സിലാക്കണം, വിദേശത്തു നിന്ന് വന്നിരിക്കുന്ന 3 മക്കളവിടെ കിടപ്പുണ്ട്. ഈ ബോഡി ഞാൻ നിനക്ക് തന്നേക്കത്തില്ല, നിന്റെ മോളെ ഞാൻ ജീവനോടാണ് നിനക്ക് തന്നത്, നീ എനിക്ക് ഇങ്ങനെ തന്നില്ലേ, നീ ഇനി ഇതും കൊണ്ട് തിന്നണ്ട എന്ന് പറഞ്ഞാൽ ബലമായിട്ട് പിടിച്ചാൽ ആ 3 മക്കൾ ഇറങ്ങി വരും, ഗുണ്ടകളോട് ഏറ്റുമുട്ടും. പിന്നെ ഈ 3 മക്കളുടെയും കൂടെ ജീവിതം ആ ഒരു ഉദ്ദേശവും ഇവർക്കുണ്ടായിരുന്നായിരിക്കാം. കാരണം ഇവര് വിദേശത്ത് ജോലി ചെയ്യുന്നവരാണല്ലോ. ഇപ്പൊ അവർക്ക് ആ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാതെ വരും. ഒരു കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വിദേശത്തോട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തിലായിരിക്കും ഇവരപ്പോഴും അവിടെ, അതും ചതിക്കപ്പെടുവാണല്ലോ അപ്പോഴും. അതാണ്. അത് തന്നെയല്ല, 70 വയസ്സായ കുര്യാക്കോസ് ചേട്ടൻ എത്ര തടയാൻ പറ്റും? ഒരച്ഛൻ എന്ന നിലയിൽ, ഒരമ്മ എന്ന നിലയിൽ ആ 3 കുട്ടികൾ, അതായത് സ്വന്തം മോളും 2 കുട്ടികളുടെയും ബോഡി വെച്ച് വില പേശാൻ അങ്ങാർക്ക് ഇഷ്ടമായി എന്ന് വരില്ല. അതും ഈ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ പറ്റും. നമുക്കറിയാം, ഒരു ബോഡിയാണ്, ആ ബോഡി എന്ന് വെച്ച് നമ്മൾ എത്ര നേരം വില പേശിക്കൊണ്ടിരിക്കും. അതൊക്കെ ഭയങ്കര സ്വന്തം മോളെ കുറിച്ചും കൊച്ചുമക്കളെ കുറിച്ചുമാണ് പറയുന്നത്. ഈ മാംസ കഷ്ണങ്ങൾ വെച്ചിട്ട് ഞാൻ ഇവരോടൊക്കെ വില പേശാനോ അവരോടൊക്കെ ഞാൻ എന്ത് മറുപടി പറയാനാണ് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് സത്യമാണ് ആ കാര്യം. അതൊരു സത്യമല്ലേ? ഒരച്ഛനെന്ന നിലയിലും അല്ലെങ്കിൽ ഒരു ഭവനത്തിലെ ആ സഹോദരങ്ങൾ പറഞ്ഞ സത്യമല്ലേ?
അവരിനി അവരും പിന്നെ കേസിൽ പെടാനോ ഇല്ല അങ്ങോട്ടും കയ്യാങ്കളി നടത്താൻ അവരാണ് യാതൊരു മുൻകരുതലും ഇല്ല. കുടുംബത്തെ 2-3 പേര് നഷ്ടപ്പെട്ടതിന്റെ ദുഃഖമായിട്ടിരിക്കുന്നു. ഇവർ ഒരു പറ്റം ഗുണ്ടകളെയായിട്ട് ആ വീട്ടിലേക്ക് അതിക്രമിച്ചു ആ മയ്യത്തെടുക്കാനോ ശവം കൊണ്ടുപോകാനായിട്ടും. അപ്പൊ അതിനൊന്ന് ആവശ്യം ഒന്ന് ആലോചിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു അവസരം ഒരവസ്ഥ ഇതുപോലൊരു സ്ത്രീക്കും വരാൻ പാടില്ല. ശരിയായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ഭർത്താവാണ്. പക്ഷെ എങ്കിലും ആ ഒരു ഭാര്യയ്ക്ക് കിട്ടേണ്ട ഒരു എന്താ പറയുക ഒരു പരിഗണന അവിടെ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ ചേച്ചി ഇങ്ങനെ ഒരു ഇതിന് വരില്ലായിരുന്നു. ഇപ്പം ഞങ്ങളിപ്പോൾ അവിടെ പോയിപ്പോൾ മേഡം ഉണ്ടായിരുന്നു, സണ്ണി സാർ ഉണ്ടായിരുന്നു, ഞങ്ങൾ കൂടി പോയതായ സമയത്ത് അവിടെ ഉണ്ടായത് ആ വീട്ടിൽ കുര്യാക്കോസേട്ടനെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കഴിവിൻ്റെ പരമാവധി, പ്രത്യേകിച്ചും കുര്യാക്കോസേട്ടൻ ഒരു മെയ്സൺ പണിക്കാരാണെന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാൻ പറ്റും ഞാൻ ആ തൊഴിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ നിന്ന് വർഷങ്ങൾക്ക് മുന്നുള്ള വരുമാനം കൊണ്ട് ഈ കുട്ടികളെ പഠിപ്പിച്ചു. ഈ ചേച്ചിയുടെ കാര്യമാണ് പ്രത്യേകിച്ചും ചെയ്തു. ഇത്ര പരിഗണനയിൽ ആ ചേട്ടൻ നോക്കിക്കൊണ്ട് മാത്രമാണ് ആ ചേച്ചി ഇത്രയും കാലം ജീവിച്ചിരുന്നത്. പക്ഷെ ഇനി കുര്യാക്കോസേട്ടൻ്റെയും അവസ്ഥ വളരെ മോശമായി പോകുമ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ ഞാൻ ഇനി എങ്ങനെ ജീവിക്കുമെന്ന് ആ ചേച്ചിക്ക് തോന്നിയത് കൊണ്ടാണ്. ഞാൻ പുരുഷ സമൂഹത്തെ ഫുള്ളായിട്ട് കുറ്റം പറയണതല്ല, ചിലപ്പോൾ നമ്മൾ തുറന്നു പറയുമ്പോൾ ഒരു പുരുഷ വിരോധിയായിട്ട് വരും. നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്കകത്തൊക്കെ ഒരു ഇതൊന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു ഭർത്താവാണ്. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കുമ്പോഴാണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല പെരുമാറേണ്ടെന്ന് തോന്നുന്ന ചില അവസ്ഥകൾ നമുക്കും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്ക് എന്ന് പറഞ്ഞൊരു 3 കാലഘട്ടത്തിൽ കൂടെയാണ് സ്ത്രീ കടന്നു പോകുന്നത്. ആദ്യം ചെറുപ്പ കാലഘട്ടങ്ങളിൽ, പിന്നെ അത് കല്യാണം കഴിഞ്ഞ് ഭർത്താവിന് വേണ്ടി ജീവിക്കുന്നു, പിന്നെ മക്കൾക്ക് വേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവ് മക്കളും ഒന്നിച്ചൊരു കുടുംബജീവിതം. ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ സ്ത്രീക്ക് ആദ്യം വേണ്ടത് എപ്പോഴും ഒരു കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിഗണന കുടുംബത്തിൽ തന്നെ കിട്ടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്നല്ല, കുടുംബത്തിൽ വഴക്കില്ലാത്ത കുടുംബങ്ങളുണ്ടാവില്ല. പക്ഷെ സ്ത്രീയെ എപ്പോഴും ഒരു നമ്മളൊരു 65% നമ്മൾ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ഈ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവില്ല. ഇനിയെങ്കിലും ഈ നോബിമാരെ പോലുള്ളവർ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാളെ എനിക്കും എൻ്റെ ഭാര്യയും ഇതുപോലെ പോകരുത്, ഇതുപോലെ മരിക്കരുത് എന്ന് തീരുമാനിച്ചിട്ട് ഇന്ന് മുതൽ അങ്ങനെ ഒരു തീരുമാനം കൂടി എടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നുമല്ല, സ്ത്രീ സമൂഹത്തോട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിനകത്ത് വാല് പിടിച്ചിട്ട് നമ്മളെല്ലാം ജഡ്ജിമാരാകും. യൂട്യൂബിന്റെ ഈ ബ്ലോഗേഴ്സ് ഉണ്ട് കുറേയൊക്കെ, നമ്മളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് അതിനകത്ത് അവർ ജഡ്ജിമാരായിട്ട് അവർ വിധി കൽപ്പിച്ച് അവസാനം അങ്ങ് നിർത്തും. അപ്പോൾ അങ്ങനെ വിധി കൽപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മളോട് പറയണം. 2 ആങ്ങളമാരും ഇവരെ 3 ആങ്ങളമാർ ഇവരോട് നന്നായിട്ട് പെരുമാറിയില്ല എന്ന് പറയുന്നിടത്ത് ആ 3 പേരും വിളിച്ചു പറഞ്ഞു, ചേച്ചി എനിക്ക് ഇവിടെ വീടുണ്ട് അയർലൻഡിൽ, അമേരിക്കയിൽ ചേട്ടൻ വീട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുന്നു, അപ്പൊ ഞങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റിലാകും, ചേച്ചിയുടെ വീടാണ്, ചേച്ചി എടുത്തു, അതുകൊണ്ട് ചേച്ചിക്ക് വീടില്ലാന്ന് ഉദ്ദേശിച്ച് ചേച്ചി അങ്ങ് പോകണ്ട, അവിടെ നിന്നു എന്ന് പറഞ്ഞ് അച്ഛനും അമ്മയ്ക്കും പ്രായമായിരിക്കല്ലേ അവിടെ നിന്നോളൂ എന്ന് പറഞ്ഞ് അതിൽ കൂടുതലൊക്കെ ഒരു സഹോദരന്മാർ എന്ത് ചെയ്യാനാണ്. പിന്നെ സഹോദരന്മാർ നിന്നില്ല, ഇവിടെ വന്ന് ഇവനെ പുട്ടിക്ക കൊടുത്തില്ല. അപ്പൊ ഇതൊക്കെയാണല്ലോ ഇത് പറയാൻ കൂട്ടുമോ സാറേ? ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, സഹോദരന്മാര് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആവും. ഒരു അളിയനെ ഈ സമയത്ത് ഒരു അളിയനെ തല്ലി എന്നും പറഞ്ഞ് മറ്റൊരു കള്ളക്കേസും കൂടി അവർക്കെതിരെ ചിത്രീകരിക്കപ്പെട്ടതിന്. ഇന്നത്തെ സമൂഹം അങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊരു തെറ്റിനെ നമ്മൾ തെറ്റാണെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ ഞാനിപ്പോൾ ഈ ചർച്ചയിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ എനിക്കെതിരെ മറ്റൊരു വിധിയായിട്ട് മറ്റൊരാൾ ഇതിനെതിരെ വന്നേക്കാം, ഈ ഇരിക്കുന്ന എല്ലാവർക്കും എതിരെ വന്നേക്കാം. നമ്മളൊരു നല്ലൊരു കാര്യത്തിന് വേണ്ടി ആരും തുറന്നു പറയാൻ തയ്യാറാവുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ ഈ കുര്യാക്കോസേനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമ്മളിൽ നിന്നും പറയാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, നമ്മളോട് പറയാൻ പറ്റാത്തതുണ്ടാവും. ആ വീട്ടിലെ ആ ചേച്ചിയുടെ അമ്മയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിരുന്നു. ഞങ്ങളോട് ചെന്ന് ക്യാൻസർ വന്നിട്ട് സർജറി നടത്തിയ ആളാണ്. 5 പ്രാവശ്യം കീമോ ചെയ്ത് 25 പ്രാവശ്യം റേഡിയേഷൻ നടത്തി. ഇത് അങ്ങനെ ഒരു സ്ത്രീ ഈ 2 കുഞ്ഞുങ്ങളെ നോക്കാൻ എന്താ അവളെ അങ്ങ് ജോലിക്ക് വിടാൻ വയ്യായിരുന്നു? നിങ്ങൾക്ക് പറയാൻ വയ്യായിരുന്നു ഞങ്ങൾ ഈ കുട്ടികളെ നോക്കിക്കോളാമെന്ന്? അവർക്ക് ആഹാരം വെക്കാൻ വയ്യാത്തപ്പോൾ പുള്ളി പോയി താഴെ പോയിട്ട് അവർ പറഞ്ഞ് ഇഡ്ഡലി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും ഭാര്യയ്ക്ക്. ചില ദിവസം അവർക്ക് കീമോ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് എണ്ണിക്കാൻ വയ്യ. അവരെ ഈ 2 കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാൻ വയ്യായിരുന്നു എന്ന് വെറുതെ എവിടെങ്കിലും മുറിക്കകത്തിരുന്നുകൊണ്ട് ഞങ്ങളെ പോലെ ഞാൻ അറിയില്ലേക്കോ ഞാനും സോണിയൊക്കെ എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ആൾക്കാരിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഞങ്ങൾ ന്യൂസ് പിടിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളുടെ ആ ന്യൂസിന്റെ ഒരു പോർഷൻ കട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളുടെ 5 എപ്പിസോഡോളം വരുന്ന കുര്യാക്കോസിന് ഇന്റർവ്യൂ, അതിനകത്ത് ആദ്യത്തെ ഒരു എപ്പിസോഡ് ഉണ്ട് പുള്ളി വിധി പ്രഖ്യാപിച്ചു, മഹാഭാവിയാണ് കുര്യാക്കോസ് ചേട്ടൻ.
സാറേ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ ഇപ്പം പറഞ്ഞ രൂപിൻ്റെ ചേട്ടനാ വൈദികനാന്ന് പറഞ്ഞു. ഞങ്ങൾ ചെന്നപ്പം ഈ സാറോട് പറഞ്ഞു ആ വൈദികൻ എന്ന് പറഞ്ഞ ആ വ്യക്തി അതായത് പിന്നെ കുർബാനയ്ക്ക് ഒരു പ്രായം ചെന്ന അച്ഛന്മാരെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ വൈദികൻ നിൽക്കുന്നത്. പിന്നെ പള്ളിയിലേക്ക് എന്തെങ്കിലും അത്യാവശ്യം അച്ഛന്മാർ എവിടെ പുറത്തേക്ക് എങ്ങനെയും പോകുമ്പോൾ കുർബാനയ്ക്ക് വേണ്ടി മാത്രം ഒന്ന് വന്ന് കുർബാന ചെല്ലിട്ട് പോകണു. അല്ലാണ്ട് വൈദികൻ ഒരു ഇടവക ഭരിക്കണ ഒരു വൈദികനല്ലാന്ന് ഈ ചുങ്കമ്പള്ളിയിലിരിക്കുന്ന വികാരി അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ആ ഒരു അറിവുണ്ട്. എനിക്ക് പറയാം, ഞാനും ഒരു ക്രിസ്ത്യാനിയാണ്. എനിക്ക് പറയാവുന്നത് ഇതുപോലെ ഒരു വൈദികൻ ഇനി ആ ഇടവയിൽ ഇരിക്കാൻ പാടില്ല. ആ തിരുസഭയുടെ കുപ്പായം ഊരി കളയണമെന്ന് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം അങ്ങനെയുള്ള വൈദികന്മാർ വേണ്ട. അതാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഈ പറഞ്ഞ് ഇനി നിങ്ങൾക്കറിയാം, ഞാൻ വിശ്വസിച്ചാലും ഞാൻ പറയുകയാണ്, ഞാൻ അവിടെ പോയി ചെന്ന് കണ്ടിട്ട് വന്നിട്ട് അവരെ അമ്മയുടെയും കുഞ്ഞുമക്കളുടെയും കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ വന്ന് കരഞ്ഞിട്ട് എന്നും ഞാൻ ജപമാല ചെല്ലുവാണ്. ആദ്യത്തെ രഹസ്യം ചെല്ലണത് ഇവർക്ക് വേണ്ടി, ഈ അമ്മയുടെയും കുഞ്ഞിനും ആത്മാക്കൾക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്നും പ്രാർത്ഥിക്കുന്നത്. കാരണം ആ രംഗം കണ്ടിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നു, അന്നേരം അവിടെ പുറകിലിരിക്കണം. അന്നേരം ഞാൻ കാണുന്നത് ആ അമ്മയുടെ 2 കുഞ്ഞുമക്കളുടെ ഫോട്ടോ. ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ, ഞാൻ ചങ്ക് പൊട്ടിക്കറിയാറുന്നു. കാരണം ഞാനൊരു അമ്മയാണ്. ഇതുപോലെ ഒരു സമൂഹത്തിൽ ഇങ്ങനെ ഉണ്ട്. അത് ഷൈനിനെ പോലെയുള്ള ആ സഹോദരി ഇനി ഇങ്ങനെ ആർക്കും വരരുതെന്ന് ഞാൻ പറയുന്നത്. ആ ആട്ടുംജോലി ഇട്ട ആ വൈദികനെ മാറ്റിക്കളയണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. എനിക്കിപ്പോൾ ഇവർ പറഞ്ഞ പോലെ എനിക്ക് ഇതിന് വേണ്ടിയിട്ട് എൻ്റെ പുറകിൽ വരാം, അപകടങ്ങൾ വരാം. എങ്കിലും ഞാൻ പറയും, ധൈര്യത്തോട് ഞാൻ പറയുക, ഇങ്ങനെയുള്ള അച്ഛന്മാർ വേണ്ട, ഇങ്ങനെ വേണ്ട. അതെനിക്ക് പറയാനുള്ളൂ. ഷൈനിക്ക് നീതി കിട്ടുമോ? കിട്ടണം. കിട്ടേ പറ്റൂ. ഷൈനിക്ക് ഒരു ആത്മഹത്യാ പ്രേരണ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റും. ഇവര് ഈ മഠം പറഞ്ഞ പോലെ ആർക്കും വേണ്ട അത് ജീവിതം നയിച്ചു. ഒരു സ്ഥലത്തുനിന്നും കിട്ടുന്ന നീതി കിട്ടുന്നില്ല. എവിടെ നിന്നും ചുറ്റും പുറം ഈ പറഞ്ഞ സഹോദരിക്ക് സഹിക്കാവുന്നതിന് ഏറെയാണ്. അപ്പം ആ അച്ഛൻ പറഞ്ഞല്ലോ, ആ അപ്പം പറഞ്ഞു എൻ്റെ മക്കൾ പള്ളിയിൽ പോയതാണെന്ന് കണ്ടില്ലാന്ന് പറഞ്ഞു. ഞങ്ങൾ കണ്ടു, വീഡിയോ കണ്ടു. ആ കുഞ്ഞുമക്കളെ പിടിച്ചോണ്ട് പോകുമ്പോൾ ആ രംഗം ഒരു മക്കൾക്കും സഹിക്കാൻ പറ്റില്ല. ഇന്നും ഞാൻ ഓർക്കുക, ഇന്നും ഞാൻ പറയില്ല, ഇന്നും ഞാൻ അങ്ങനെ ഓർക്കുക. അങ്ങനെ ഒരു ദുരിതം ഇനിയുള്ള മക്കൾക്ക് വരരുതേന്ന് ഞാൻ പറയുന്നത്. ഈശോയുടെ നാമത്തിൽ ഞാൻ പറയുന്നു, ഷൈനിക്ക് നീതി കിട്ടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, പറയുന്നു. അല്ല, ഇപ്പം നമ്മുടെ ജിസ്മോയുടെ കാര്യം നമുക്ക് മനസ്സിലായി. ഇന്നലെ അവിടെ ബഹുജന പ്രക്ഷോഭം ഉണ്ടായിരുന്നു. പക്ഷെ തൊടുപുഴയിൽ അങ്ങനെ ഒരു ഇത് കണ്ടില്ല. നിങ്ങളൊക്കെ സംഘടന പ്രവർത്തിക്കുന്നവരാണ്, നിങ്ങൾക്ക് അന്ന് ഇതുവരെ അങ്ങനെ ഒരു മൂവ്മെന്റ് ഇവിടെ കണ്ടില്ല. കാരണം അവിടെ എന്തൊക്കെയോ നടത്തി. ഇപ്പൊ തന്നെ യൂക്ക ചാരിറ്റബിൾ ട്രസ്റ്റ് ഫണ്ട് പിരിച്ച് അയൽക്കൂട്ടംകാർക്ക് കൊടുത്തു, അത് ആ വിഷയം അങ്ങ് തീർന്നു. ഇപ്പോഴും ഈ വിഷയം ഇപ്പൊ ആ കനലങ്ങ് അണയുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനെ ആരും രംഗത്ത് വരില്ല. ഞാനൊരു സാമൂഹ്യ പ്രവർത്തകയാണല്ലോ, മാഡം രാഷ്ട്രീയ നേതൃത്വത്തിലും ഉണ്ട്. PJ ജോസഫിനെ പോലുള്ളൊരു MLA ഇപ്പൊ ജനപ്രതിനിധിയാണ്, വർഷങ്ങളോളം ഇവിടെ ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുവരെ നമുക്ക് ഇവിടെ കേട്ടിട്ടില്ല. ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ വളരെ അല്ല, തീർച്ചയായും അദ്ദേഹം ഒരു പൊതുജനമധ്യം നിൽക്കുന്ന വ്യക്തി, മറ്റെന്തോ ആയിക്കോട്ടെ, അദ്ദേഹം നല്ല രീതിയിൽ ഒരു ജനങ്ങളുമായിട്ട് ഇടപഴകുകയും നല്ല സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. നീതിപൂർവ്വം നീതിയോടൊപ്പം നിന്ന മനുഷ്യനെന്ന നിലയിൽ അദ്ദേഹം ഷൈനിയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ളത് ഖേദകരം തന്നെ. തീർച്ചയായും അദ്ദേഹം ഇതിൽ ഇടപെടേണ്ടതാണ്. ഈ നമ്മുടെ ഈ വാർത്ത കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇതിൽ ഇടപെടുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കതിനു വേണ്ടി അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം, അദ്ദേഹവുമായിട്ട് ഈ വിഷയം ഒന്നും ഞങ്ങൾ സംസാരിക്കാം. അതിനുള്ള അവസരം ഞങ്ങൾ കണ്ടെത്താം. സംസാരിച്ച ശേഷം അതറിയിക്കുക. തന്നെയല്ല, അദ്ദേഹം ഇതിൽ ഇടപെടാഞ്ഞത് എന്താണെന്നുള്ള കാര്യം സഭയുടെയോ മറ്റു കാര്യങ്ങളുടെ ഒരു അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഇതുണ്ടായിരുന്നോ എന്ന് അങ്ങനെ നമുക്ക് വിശ്വസിക്കേണ്ടി തോന്നുന്നു. അല്ല, ഒരിക്കലും ഷൈനി തെറ്റുകാരിയാണെന്ന് ഒരാൾ പറഞ്ഞ തെറ്റുകാരി ആവില്ലല്ലോ സാറേ. ഷൈനിയെ സംബന്ധിച്ചിടത്തോളം പൊതുസമൂഹത്തിനൊരു ധാരണ വന്നു കഴിഞ്ഞു. ഒരു മാതാവ് എന്ന നിലയിൽ സഹിക്കാവുന്നതിനപ്പുറം സഹിച്ച ശേഷമാണ് അവർ ആത്മഹത്യ ചെയ്തെന്നുള്ള 100% ശരിയാണ്. ഇത് ആരെന്തു പറഞ്ഞാലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം താങ്ങാവുന്നതിനൊരു പരിധിയുണ്ട് സാർ. വേറെ ഒരു സഹായവും സപ്പോർട്ടും ഇല്ലാത്തൊരു സ്ത്രീ, ആ സ്ത്രീ എത്രമാത്രം സഹിക്കും? സഹനശക്തിയുടെ മാതാപിതാക്കൾ രോഗിയാണ്, പ്രായം കഴിഞ്ഞവരാണ്. 70 വയസ്സ് കഴിഞ്ഞ മാതാപിതാക്കളെ വിശ്വസിച്ച കുട്ടി എന്നോരം മുന്നോട്ട് പോകും. അപ്പം തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുജനങ്ങൾ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർ എല്ലാവരും തന്നെ ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടതും ഒന്നും ഉറ്റുനോക്കേണ്ടതുമാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ നമ്മുടെ സ്വന്തം കൂട്ടുകാരന്റെ മുന്നിൽ വെച്ച് നമ്മുടെ ഭർത്താവ് നമ്മളെ മർദ്ദിക്കുകയാണെങ്കിൽ മാഡത്തിന് സഹിക്കാൻ പറ്റുമോ? ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് നമ്മുടെ ഭർത്താവിന് വേറൊരാൾ വന്ന് ഉപദ്രവിച്ച് കഴിയുമ്പം നമ്മൾ മാക്സിമം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്യാൻ നോക്കും.
കാരണം നമ്മുടെ ഭർത്താവ് നമ്മുടെ ഇണയാണ്. ഇതിവിടെ സംഭവിച്ചത് എന്താ? സ്വന്തം കൂട്ടുകാരന്റെ മുന്നിൽ വെച്ച് ആ സഹോദരിയെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നു. കാരണം ഈ ഭർത്താവിന്റെ സഹോദരൻ, അതായത് ചേട്ടൻപുള്ളി വന്ന് എന്ത് പറഞ്ഞാലും അത് ഈ വൈദികന് വേണ്ടിയിട്ട് ഈ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ ഷൈനിയുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആള്. അങ്ങനെയൊന്നും അല്ല വേണ്ടത്. കാരണം ഇപ്പം ഈ സാറ് പറഞ്ഞ പോലെ നമ്മൾ ലാസ്റ്റ് നമ്മൾ കുദാശയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ബൈബിളിൽ വെച്ച് സത്യം ചെയ്യുന്നുണ്ട്. ഒരു ഭാഗമുണ്ട്, അതായത് മരണം വരെ ഞാൻ ഇവളെ സംരക്ഷിക്കൊള്ളാം എന്നും പറഞ്ഞൊരു വാക്ക് ചെയ്യുന്നുണ്ട്. ആ സത്യ ബൈബിളിൽ പഠിച്ച് സത്യം ചെയ്തതാണ് ആ വ്യക്തിയാണ് ഇന്നിപ്പോൾ ഈ മരണത്തിലേക്ക് വിട്ടുകൊടുത്തേക്കുന്നത്. കുര്യാക്കോസിയേട്ടന് നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സാമ്പത്തികമായിട്ട് അവരെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ അവരെങ്കിലും കൊടുക്കും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ സർക്കാർ തലത്തിൽ ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാനുള്ള സംവിധാനമാണ് മാഡം ഉൾപ്പെടെയുള്ളവർ ചെയ്യേണ്ടത്. കാരണം ഇത് ജനങ്ങൾ ഉറ്റുനോക്കുന്നതാണ്. ഈ ഷൈനിക്ക് എവിടെ നീതി കിട്ടുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് ബാക്കി ഈ നോക്കിയിരിക്കുന്ന സ്ത്രീകളുടെ എല്ലാം മുന്നോട്ടുള്ള പോക്കിരിക്കുന്നത്. കാരണം എൻ്റെ ഭർത്താവ് എന്നെ ദ്രോഹിക്കുകയാണെങ്കിൽ ഈ ചവിട്ട് കൊണ്ട് കിടന്നാൽ മതി, അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ജനം പെൺകുട്ടികളെ മാറാൻ പാടില്ല. എനിക്ക് ഇവനെ തട്ടിത്തെറിപ്പിച്ച് വന്നാൽ ഇവനെ അകത്താക്കാനുള്ള നിയമവും ആ നിയമ സംരക്ഷണം എനിക്ക് ഈ രാജ്യത്തുണ്ട് എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. അപ്പം ഏറ്റവും നല്ലൊരു വക്കീലിനെ നമുക്ക് ചൂണ്ടിക്കാണിക്കാനും ആ ചൂണ്ടിക്കാണിക്കുന്ന വക്കീലിനുള്ള പേയ്മെന്റ് സർക്കാരിന് കൊടുക്കാനും പറ്റുന്നതാണല്ലോ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ. ആ രീതിയിൽ ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അവർക്ക് കൊടുക്കാനുള്ള ശ്രമമാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് കഴിയുമ്പോൾ തന്നെ അവർ തന്നെ ഇതിന്റെ കേസിന്റെ അവർക്ക് എന്താണ് മൊഴി കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കേസ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ ചിന്തിക്കും. അപ്പൊ കുറ്റപത്രം എടുത്ത് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ എനിക്ക് തോന്നുന്നത്. എന്നാലും നമുക്ക് ഒരാളെ കണ്ടുവെക്കാനും സംസാരിക്കാനും പറ്റും നേരത്തെ. അതിനുവേണ്ട കൂട്ടായ ഒരു പരിശ്രമം നമ്മൾ നടത്തണം. കൂട്ടായ പരിശ്രമം നടത്തി കുട്ടികൾക്ക് ഇവിടെ സ്വതന്ത്രമായി ജീവിക്കാനുള്ള സാഹചര്യം വേണം. അത് നമ്മൾ ജീവിച്ച സാഹചര്യം അവർക്ക് ഇല്ലെങ്കിൽ പോലും തീർച്ചയായും അധ്യാപകരിൽ നിന്ന് സ്കൂൾ തലത്തിൽ മുതൽ ബേസിക്കലി വീട് മുതൽ അവർക്ക് ജീവിക്കാനുള്ള ഒരു ബേസ് നമുക്ക് കൊടുത്തേ പറ്റൂ. അതിന് സമൂഹം കൂടി നമ്മളോട് സപ്പോർട്ടിങ് ആയിരിക്കണം. മക്കള് എനിക്കിപ്പോ ഒരു വിഷമമുണ്ട്. ഞാനിപ്പോ ആത്മഹത്യക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം എന്റെ മോൻ പറയണം അച്ഛാ പാടില്ല. ആ ഒരു നിലയിലേക്ക് ബോധവൽക്കരിക്കപ്പെടണം കുട്ടികൾ, അല്ലേ? എനിക്ക് നിങ്ങൾ വേണം, എനിക്ക് ഈ ലോകത്ത് ജീവിക്കണം, എനിക്ക് വേണം, എനിക്ക് അച്ഛനും വേണം എന്ന് പറയാൻ ഒരു കുട്ടിക്ക് ഒരു ബോധ്യം കൂടെ കൊടുക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.